ഞാനും പറഞ്ഞോട്ടെ മാഷേ, ആകെ ഒരു സമാധാനം ഉള്ളത് എന്താണെന്നറിയോ? സാധാരണ ഈ BJP-ക്കാർക്ക് നല്ല സുഖമായിരുന്നു, വന്നിട്ട് അടിച്ചിട്ട് പോയാൽ മതി, കാരണം അവർക്ക് എവിടെയും സീറ്റും ഭരണമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവം ഉണ്ട് മാഷേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് പൊതുവെ ചർച്ചയിലാണല്ലോ അവിടുത്തെ MLA കാര്യങ്ങളൊക്കെ. ഞാൻ അതിലേക്കല്ല വരുന്നത്. ആ MLA ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന MLA രാജിവെച്ച് പോയി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ അവിടെ കേന്ദ്രീകരിച്ചതാ. എന്താ പാലക്കാട് നഗരത്തിൻ്റെ അവസ്ഥ? നിങ്ങൾ കുറേ പറഞ്ഞിട്ട് അങ്ങ് പോവാണല്ലോ മാഷേ. പാലക്കാടിൻ്റെ അവസ്ഥ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് പാലക്കാടുകാരോട് ചോദിക്കണം. ഒരു വികസനവും നടന്നിട്ടില്ല. നിങ്ങളിപ്പോൾ തേൻ കൊണ്ടുവരും, പാല് കൊണ്ടുവരും, ത്രിപുര ആവില്ല, ബംഗാളാവില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പോരാട്ടടിക്കാനെങ്കിലും മനുഷ്യർക്ക് ഇവിടെ ജീവനുണ്ട്. നിങ്ങൾ ഗുജറാത്തും മറ്റു സംസ്ഥാനങ്ങളിലും കാണിക്കുന്നത് എന്താ? ആളെ കൊല്ലുക, കലാപം ഉണ്ടാക്കുക, ധ്രുവീകരണം ഉണ്ടാക്കുക. മണിപ്പൂരിൽ നിന്ന് 60,000 മനുഷ്യരാണ് പലായനം ചെയ്തത്. ഈ കോഴിക്കോട്ട് നിങ്ങളുടെ BJP-യുടെ ഒരു ഉപദേശവും ഈ നാടിന് വേണ്ട. പിന്നെ വികസനം പറയാ നിങ്ങൾ. ഏത് നാട്ടിലാ ഇതുപോലെയുള്ള വികസനം നടന്ന നാടുള്ളത്? നിങ്ങളുടെ കൂടെ ഈ കേരളത്തിൻ്റെ പുറത്ത് എവിടേക്ക് വേണമെങ്കിലും വരാൻ ഞങ്ങൾ തയ്യാറാ. എവിടേക്ക് വരാനും തയ്യാറാണ്. ഈ കോഴിക്കോട് പോലെ നിങ്ങളൊരു നഗരത്തെ കാണിച്ചതാ. ഇങ്ങനെ മനുഷ്യർ ചേർന്നിരിക്കുന്ന, മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും വൃത്തിയും എല്ലാ മാലിന്യ നിർമ്മാർജ്ജനവും നടക്കുന്ന ഒരു സ്ഥലം. കുടിവെള്ളത്തിന് ഇത്ര ശാശ്വതമായ പരിഹാരം കണ്ട ഒരു നഗരം പറ. കോഴിക്കോടിന്റെ ഒരു ചരിത്രവും സംസ്കാരവും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം ഉണ്ടാക്കിയതാണ് എന്ന് മാധു ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. അങ്ങ് വാസ്കോഡ ഗാമ കാലുകുത്തിയ 15-ാം നൂറ്റാണ്ടിൽ കടലിൽ വെച്ച് വാസ്കോഡ ഗാമയുടെയും പോർച്ചുഗീസുകാരുടെയും 30-ലധികം കപ്പലുകളെ അവിടെയിട്ട് കത്തിച്ച ഒരു പാരമ്പര്യം അന്നത്തെ സാമൂതിരിയുടെ, അന്നത്തെ കുഞ്ഞാലിമരക്കാരുടെ ഒരു ചരിത്രമുണ്ട്. അവിടുന്ന് നമ്മൾ തുടങ്ങിയ ചരിത്രമാണ് കോഴിക്കോടിൻ്റെത്. അത് കോർപ്പറേഷൻ്റെതാണ് എന്ന് ദയവ് ചെയ്ത് പറയും. നമുക്ക് ഒരുമിച്ച് അവകാശപ്പെടാം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജയേന്ദ്ര മാഷയൊക്കെ തലമുറയുടെ പഴയ ആളുകളാണ് കോഴിക്കോട് ഉണ്ടാക്കിയത്. ആ കോഴിക്കോട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ആ സംസ്കാരം കോഴിക്കോട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കോഴിക്കോടിൻ്റെ ഭരണത്തിൽ പ്രിയപ്പെട്ട വസീഫ് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ബീന ഫിലിപ്പ് വന്ന കാലത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും മേയർമാരുടെ കാലത്ത്, പച്ചക്കറി മാർക്കറ്റ് തുടങ്ങിയത് ഈ 5 കൊല്ലം അല്ല കേട്ടോ നിജേഷേ. അതിന് മുമ്പേ ആലോചിച്ചതും അതിന് മുമ്പ് നടപ്പിലാക്കാൻ തുടങ്ങിയതും ഒക്കെയാണ്. നിങ്ങളുടെ എതിർപ്പ് കാരണം, നിങ്ങളുടെ അവസരവാദ നിലപാട് കാരണമാണ് പല വികസനവും മുടങ്ങുന്നത്. എന്റെ ചോദ്യം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തന്നെ പറയാം. ഇവരുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം, അതുകൂടി പറഞ്ഞുതരാം. കാരണം ഇപ്പൊ കോഴിക്കോട്ടുകാരാണല്ലോ നമ്മൾ. വയനാടിലൂടെയാണ് ബാംഗ്ലൂർ പോവാൻ. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ബാംഗ്ലൂർ പോകാനുള്ള ഒരു സൗകര്യമുള്ള, നമ്മുടെ ഒരു 2 സിറ്റികൾ തമ്മിലുള്ള ബന്ധമുള്ള സ്ഥലം. വയനാട് ചുരത്തിൽ അധികവും ബ്ലോക്കാണ്. നമ്മൾ തുരങ്കപാത മുന്നോട്ട് വെച്ചു. എതിർത്തത് ആരാന്നറിയോ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ എതിർക്കും എന്ന് ആണയിട്ട് പറഞ്ഞു. അവസാനം അത് നടപ്പിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് എന്ന് കണ്ട് ജനങ്ങളാകെ അതോടൊപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ T സിദ്ദീഖ് ഉൾപ്പെടെയുള്ള MLA-മാർ അവിടെ വന്നു. ഒരു വർത്താനവും ഇല്ല. ഞാൻ ഇതിവിടെ സൂചിപ്പിച്ചത്, ഈ കോഴിക്കോട് നഗരത്തിലും എന്ത് വികസനം കൊണ്ടുവരാൻ ആലോചിച്ചാലും ആ വികസനത്തിനെല്ലാം എങ്ങനെ പാര പണിയാം, എങ്ങനെ അതിനെല്ലാം അട്ടിമറിക്കാം എന്നുള്ള ആലോചന നടത്തുന്നവരാണ് ഈ കോഴിക്കോട്ടെ ചില കോൺഗ്രസ്സുകാർ. നമ്മൾ പറയുന്നത് അതെ. 2021 മാർച്ച് മാസത്തിലാണ് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ആദ്യത്തെ ബോർഡ് കഴിഞ്ഞത്. പിന്നീട് ആ ബോർഡ് കാണുന്നത് 2025-ലാണ്. ഈ 5 വർഷം എന്ത് ചെയ്തു എന്ന് പ്രിയപ്പെട്ട വസീഫ് പൂർത്തീകരിക്കണം. പാളയത്തുള്ള 5.5 ഏക്കർ സ്ഥലം വരുന്ന പാളയത്തുള്ള പരമ്പരാഗത കച്ചവടക്കാരെ, ഉന്തുവണ്ടി കച്ചവടക്കാരെ, സാധാരണക്കാരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പച്ചക്കറി മാർക്കറ്റായി തലയെടുപ്പോട് കൂടി ഈ കോഴിക്കോട്ടെ നഗരം ഏറ്റെടുത്ത പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ കല്ലുത്താങ്കടവിൽ ആരംഭിച്ചത്. ഈ കോഴിക്കോട് നഗരത്തിലെ നിങ്ങൾ കാണേണ്ടത് അല്ല, വസീഫിന്റെ തുടക്കം കേട്ട് ഞാൻ വിചാരിച്ചു കോഴിക്കോട്ടെ എന്തോ കാര്യം പറയാണ്. പണ്ട് ചൈനയിലെ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞുതരാം. കോഴിക്കോട്ടെ കാര്യം തന്നെ പറയാ. വസീഫെ, നിങ്ങൾ ബടായി അടിച്ചു നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ചെലവില് അല്ല, അതാണ് വർഗീയത മാത്രമാണ്. വർഗീയതയാണ്, വികസനമില്ല. വസീഫിന്റെ പാർട്ടിയുടെ അവിടുത്തെ എന്താ സ്ഥാനാരോഹണം